ഗസ് യു എ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിശോധിക്കുന്നത്. യെസ്, വിസ മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് 2 വർഷത്തെ വിസക്കാണ് നമ്മൾ കയറുക അല്ലെ. അപ്പൊ ഈ 2 വർഷത്തെ വിസക്ക് നമ്മൾ ജോലിക്ക് കയറി ഒരു 1-2 മാസം കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഒന്നുകിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് നല്ല ഓഫർ കിട്ടും. അപ്പൊ ആ ജോലിക്ക് മാറാൻ വേണ്ടി ഇങ്ങനെ മനസ്സ് പറയും അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ 1-2 മാസം ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഒന്നുകിൽ സാലറി കറക്റ്റ് അല്ല, അതല്ലെങ്കിൽ നമുക്ക് മെന്റലി അവിടെ ഓക്കെ അല്ല. മെന്റലി ഓക്കെ അല്ലാതെ പിന്നെ കാരണങ്ങളില്ലല്ലോ, നമുക്ക് അവിടെ തുടരാൻ പറ്റണില്ല. ഈ രണ്ടാലൊരു കാരണത്തിലാണ് നമ്മൾ ജോലി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലുണ്ടാകുന്ന ഒരു പേടി എന്താണ്? 2 വർഷത്തിന് മുന്നേ റിസൈനേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാല് വിസ എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടി വരുമോ എന്നാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, 2 വർഷത്തിന് മുന്നേ നമ്മൾ റിസൈൻ ചെയ്താൽ നമുക്ക് ബാൻ വരുമോ എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ ഈ 2 ക്വസ്റ്റ്യന്റെയും ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യന്റെയും റിപ്ലൈ നമ്മൾ ഈ ഒരു എപ്പിസോഡിന് വിഷയമായി പരിശോധിക്കാൻ ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഇന്റർവ്യൂ ഓക്കെ ആണെങ്കിൽ ലേബറിന്റെ ഒരു ഓഫർ ലെറ്റർ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പറയും. ആ ലേബർ ഓഫർ ലെറ്റർ ആണ് ലീഗലായിട്ടുള്ള കമ്പനി നമുക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. സാലറി ഇത്ര, ഡ്യൂട്ടി ടൈം ഇത്ര, ലീവ് ഇത്ര, ആനുവൽ ലീവ് ഇത്ര, ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ്, ഓവർ ടൈം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് നമ്മൾ സൈൻ ചെയ്ത് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ അത് കമ്പനി ലേബറിൽ സബ്മിറ്റ് ചെയ്യും. പിന്നെ അത് അപ്രൂവൽ ആയി വരും. അതാണ് ലേബർ കോൺട്രാക്ട്, എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ഓഫർ ലെറ്റർ, ജോബ് ഓഫർ ലെറ്റർ, ലേബർ കോൺട്രാക്ട് എന്ന പേരിലൊക്കെ ഈ ഒരു പേപ്പർ അറിയപ്പെടും. ഈ ഒരു പേപ്പറാണ് നിങ്ങളുടെ കമ്പനിയുമായുള്ള ലീഗലായിട്ടുള്ള രേഖ. ആ രേഖയിൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ചാണ് നിങ്ങൾക്ക് 2 വർഷം മുന്നേ മാറുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആ ലേബർ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടെ കോൺട്രാക്ട് അനുസരിച്ച് മാറാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പൊതുവായ കാര്യങ്ങൾ പറയാം. ഒന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, UAE ലേബർ നിയമപ്രകാരം കമ്പനിയാണ് വിസയുടെ ഫുൾ എക്സ്പെൻസ് എടുക്കേണ്ടത് എന്നാണ് റൂള്. പക്ഷെ ആ ഒരു റൂള് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് പണി കിട്ടാതിരിക്കുള്ളൂ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കമ്പനി അല്ലേ വിസക്ക് എക്സ്പെൻസ് കൊടുക്കേണ്ടത്, നമ്മൾ എന്തിനാ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ലേബറിൽ കംപ്ലൈന്റ് നേരിട്ട് പോകും. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ വിസ എക്സ്പെൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത് എങ്കിലും ഇനി ഞാൻ പറയുന്നത് 2 സെക്ടർ ആളുകൾക്ക്, അതായത് കമ്പനികളില് പ്രൊഫഷണൽ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, വലിയ വലിയ കമ്പനികൾ, എല്ലാ റൂൾസും നോക്കി കാര്യങ്ങൾ നടത്തുന്ന കമ്പനികൾ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ ചെറുകിട സ്ഥാപനങ്ങളിൽ കഫ്റ്റീരിയ, ഗ്രോസറി തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരും എല്ലാവർക്കും നിയമങ്ങൾ ഒന്നാണെങ്കിലും ഈ കഫ്റ്റീരിയ, ഗ്രോസറി പറഞ്ഞ ചെറുകിട സ്ഥാപനങ്ങളിൽ ചില രീതികളുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പണി കിട്ടാതെ സുരക്ഷിതമായി കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി വലിയ കമ്പനികളൊക്കെ റൂൾ അനുസരിച്ച് അവർ ഫോളോ അപ്പ് ചെയ്യുക, അവർക്കെതിരെ കോടതിയിൽ കേസ് വരിക, കംപ്ലൈന്റ് പോകാന്ന് അവർക്ക് ഇഷ്ടമല്ല. മാത്രമല്ല അതിനുള്ള രീതിയിൽ അവർ ചാൻസ് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളിയുടെ കംപ്ലൈന്റുകൾ പരിഹരിക്കാനും അത് പരിശോധിക്കാനും അവർക്ക് ടീമിനെ ഉണ്ടാവും. അപ്പൊ കമ്പനി ജോലി ചെയ്യുന്ന ആളുകൾ 1 വർഷത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ കോൺട്രാക്റ്റില് സാലറി കോൺട്രാക്റ്റില്ലേ, ആ സാലറി കോൺട്രാക്റ്റിന്റെ കോപ്പി എടുത്തിട്ട് അതില് ഒരു അഡീഷണൽ സെന്റൻസ് ഉണ്ടാവും, അഡീഷണൽ ക്ലോസ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. ആ കണ്ടീഷൻ പൊതുവെ എങ്ങനെയായിരിക്കും? 1 വർഷത്തിന് മുന്നേ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന തൊഴിലാളി ട്രെയിനിങ് ഫീസായിട്ട് ഒരു എമൗണ്ട്, ഒരു പക്ഷേ 3000 മുതൽ 7000 വരെ, ചില കമ്പനികളൊക്കെ 7000 ദിർഹംസ് വെക്കും. ഈ 7000 ദിർഹംസ് കമ്പനിക്ക് കൊടുക്കണം എന്നതിൽ എഴുതിയിട്ടുണ്ടാവും. വലിയ കമ്പനികളൊക്കെ അങ്ങനെ പൊതുവെ എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളെ കോൺട്രാക്റ്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോന്ന് നിങ്ങൾ കോൺട്രാക്റ്റിന് കോപ്പി എടുത്ത് നോക്കുക. സാലറി കോൺട്രാക്റ്റിന് കോപ്പി കിട്ടാനും മൊഹറ ആപ്പ് UAE പാസ് വെച്ച് ലോഗിൻ ചെയ്താൽ കിട്ടും. അതല്ലെങ്കിൽ UAE പാസിന്റെ ഉള്ളിൽ തന്നെ കിട്ടും, ആപ്പിന്റെ ഉള്ളിൽ തന്നെ കിട്ടും. ഇതൊന്നും അറിയാത്ത ആളുകൾ അടുത്തുള്ള ടൈപ്പിംഗ് സെർച്ച് ചെയ്താൽ അവരെ കോപ്പി എടുത്തിട്ട്. എനിവേ, സാലറി കോൺട്രാക്റ്റിൽ ഈ പറയുന്ന കണ്ടീഷൻ എഴുതിയിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ 1 വർഷത്തിന് മുന്നേ നിങ്ങൾ കമ്പനിന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു പോവാണെങ്കിൽ ഈ എമൗണ്ട് കൊടുക്കേണ്ടി വരും. രണ്ടാമത് നോട്ടീസ് പീരീഡ് എന്നുള്ള സംഭവം കൂടി നിങ്ങൾ കോൺട്രാക്റ്റിൽ നോക്കുക. നോട്ടീസ് പീരീഡ് 1 മാസമാണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ റിസൈൻ ചെയ്യുന്ന സമയത്ത് 1 മാസം മുന്നേ നോട്ടീസ് കൊടുക്കണം. ഉദാഹരണം, ജൂൺ 1-ാം തീയതിയാണ് നിങ്ങൾക്ക് റിസൈനേഷൻ വേണ്ടതെങ്കിൽ മെയ് 1-ാം തീയതി തന്നെ നിങ്ങൾ റിസൈനേറ്ററിന് കൊടുത്താലേ കമ്പനിക്ക് നിങ്ങൾ ജൂൺ 1-ാം തീയതി ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ചില ആൾക്കാർ നോട്ടീസ് പീരീഡ് 3 മാസം ഉണ്ടാവും. 3 മാസം എന്ന് പറഞ്ഞാൽ ജൂൺ 1-ാം തീയതി ക്യാൻസൽ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ കമ്പനിയെ മാർച്ച് 1-ാം തീയതി അറിയിക്കണം എന്നർത്ഥം. മനസ്സിലായല്ലോ വ്യത്യാസം?
ഇങ്ങനെ നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്ത് കണ്ട് അറിയിച്ചു കഴിഞ്ഞാൽ വലിയ കമ്പനികളൊക്കെ തൊഴിലാളികളെ ക്യാൻസൽ ചെയ്യും. വിസ എക്സ്പെൻസ് ഒന്നും മേടിക്കാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 1 വർഷം മുന്നേ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിശ്ചയ എമൗണ്ട് വേണമെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ, ട്രെയിനിങ് ഫീസിന് കാര്യം എഴുതിയിട്ടില്ലെങ്കിൽ നോർമലി കമ്പനികളൊക്കെ ക്യാൻസൽ ചെയ്ത് കൊടുക്കും. എന്നാൽ അതായത് വലിയ കമ്പനികളൊക്കെ റൂൾ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോൺട്രാക്റ്റിൽ എന്താണോ അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. അതുപോലെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. 1 വർഷത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് ഫീസ് കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താൽ അങ്ങ് കൂളായിട്ട് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ എഴുതാത്ത കമ്പനികളാണെങ്കിൽ ഈ നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ₹1 കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പനികൾ ചോദിക്കില്ല. ഹലാസ്. ആ കാര്യം വ്യക്തമാണല്ലോ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ചെറുകിട സ്ഥാപനങ്ങളില്ലേ, കഫ്റ്റീരിയ, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ബിസിനസ് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ കമ്പനിയാണ് വിസ എക്സ്പെൻസ് മൊത്തം എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ എന്റെ വീഡിയോ കാണുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന മുതലാളിമാർ നെറ്റിച്ചുളിക്കും. ഇയാൾ എന്ത് വർത്താനം ഈ പറഞ്ഞത്? കാരണം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് 7000 ദിർഹംസോളം വിസ എക്സ്പെൻസ് ചെലവാക്കിയിട്ട് ആ പൈസ കൊടുക്കേണ്ടതെന്നോ, തൊഴിലാളിക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പോകാന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടാവും. എന്റെ വീഡിയോ കണ്ടപ്പോൾ മിക്കവാറും മുതലാളിമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട്. ചെറുകിട സ്ഥാപനങ്ങളിൽ ഒരാള് ഒരു ഫോർ എക്സാമ്പിൾ പറയണം, ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ തൊഴിലാളി കമ്പനിയിൽ ഒരു ചെറുകിട ഗ്രോസറി, കഫ്റ്റീരിയ, സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് വന്നു. അവിടെ വന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം, ഒരു 3 മാസം കഴിഞ്ഞ ശേഷം അയാൾ പറയണം എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് ക്യാൻസൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ മുതലാളിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടീസ് പീരീഡ് കീപ്പ് ചെയ്താല് ലേബറിൽ കംപ്ലൈന്റ് കൊടുത്താല് ലേബർ ക്യാൻസൽ ചെയ്ത് കൊടുക്കും. വേറെ ബാധ്യതകളൊന്നുമില്ല. പക്ഷെ ഈ ബിസിനസ് പരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ മുതലാളിക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമാണ്. കാരണം 2 വർഷം ജോലി ചെയ്യാം എന്ന രീതിയിലാണ് മുതലാളി ഈ തൊഴിലാളിക്ക് വിസന്റെ പൈസ മേടിക്കാതെ വിസ എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചില ആൾക്കാർ വിസന്റെ പൈസ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യം വിസന്റെ എക്സ്പെൻസ് ചെലവഴിക്കും മുതലാളിമാര്. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവനൊരു കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ 1 കൊല്ലത്തിനുള്ളിൽ ഇവന്റെ സാലറിയിൽ നിന്ന് പൈസ കട്ട് ചെയ്യാമെന്നാണല്ലോ ഒരു വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോ അതൊന്നും ലീഗലി അല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ പറയും. സാലറി കട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം കൂടി വീഡിയോ പറഞ്ഞ ഒരു പക്ഷേ ബോറടിക്കും. ചുരുക്കി പറഞ്ഞ ചെറുകിട സ്ഥാപനങ്ങളിലുള്ള ആൾക്കാര് അവരുടെ കടയിൽ ജോലിക്ക് വന്ന ആള് ഇങ്ങനെ നേരത്തെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നിയമങ്ങളെക്കാൾ വേറെ രീതിയിലാണ് ഇവിടെ UAE നിലവിൽ. വർഷത്തിന് മുന്നേക്ക് നിങ്ങൾക്ക് റെസിഗ്നേഷൻ വേണമെങ്കിൽ മുതലാളിയുമായി സംസാരിച്ചൊരു അഡ്ജസ്റ്റ്മെന്റില് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു തുക കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് കമ്പനിയുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ നല്ല സാലറി കിട്ടിയിട്ട് വേറെ ഓഫർ കിട്ടിയതിന് പേര് മാറണമെങ്കിൽ മുതലാളിക്ക് ഒരു നഷ്ടം വരുത്തിയിട്ട് നിങ്ങൾ വേറൊരു പുരോഗതിയിലേക്ക് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണെന്ന് എനിക്ക് ഏതായാലും വിശ്വാസമില്ല. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ മുതലാളിയുമായി സമവായത്തിന് നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ച് കാര്യമുള്ള സംഭവമാണ്, ശ്രദ്ധിക്കുക. അതായത് പല മുതലാളിമാരും തൊഴിലാളികൾ തങ്ങൾക്കെതിരെ ലേബർ കംപ്ലൈന്റ് കൊടുക്കും എന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലക്കോ ഈ തൊഴിലാളിയോട് പറയും, മോനെ ഒരു കാര്യം ചെയ്യ്, ഓക്കെ നമുക്ക് വിസ ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, മോനെ ഒരു കാര്യം ചെയ്യ്, റൂമിൽ ഇരുന്നോ, ഇനി പറയുമ്പോൾ വന്നാന്ന് പറയും. അങ്ങനെ ഒരാഴ്ച റൂമിൽ ഇരുത്തിയിട്ട് ഒരാഴ്ചക്ക് ശേഷം ഈ തൊഴിലാളി ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അബ്സ്കോണ്ടിങ് കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യും ലേബറിൽ. അബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്താലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. അബ്സ്കോണ്ടിങ് തൊഴിലാളിക്കെതിരെ അബ്സ്കോണ്ടിങ് വന്നാൽ പിന്നെ അയാൾക്ക് ക്യാൻസൽ ചെയ്യാനും നാട്ടിൽ പോകാൻ ഇമിഗ്രേഷൻ ഒന്നിനും പറ്റില്ല. കാരണം അത് അത്രയും ഒരു ലോക്കാണ് ഈ അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ചാടിപ്പോകുന്ന അറബിൽ ഹുറൂബ് എന്ന് പറയും. ഈ അബ്സ്കോണ്ടിങ് എന്നത് പ്രതികാരം എന്ന നിലക്ക് ഇടാൻ പാടില്ല എന്ന ലേബർ റൂള്. അങ്ങനെ പ്രതികാരം എന്ന നിലക്ക് അബ്സ്കോണ്ടിങ് ഇട്ട് കഴിഞ്ഞാൽ, ഫേക്ക് അബ്സ്കോണ്ടിങ് ഇട്ട് കഴിഞ്ഞാൽ കമ്പനിക്കെതിരെ 10,000 ദിർഹംസ് വരെ പിഴ ചുമത്താൻ ലേബറിന് അധികാരമുണ്ട് എന്നാണ് നിയമം. പക്ഷെ അധികം കേസിലും ഇത് ഫേക്കാണോ ഇല്ലെന്ന് അങ്ങനെയൊന്നും പൊതുവെ ലേബറൊന്നും ചോദിക്കാറില്ല, തെളിയിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തൊഴിലാളികൾ ഈ പറഞ്ഞ പോലെ കമ്പനിക്കെതിരെ മൂവ് ചെയ്യുന്നു കണ്ടാലും മുതലാളിമാർ ഇങ്ങനെ അബ്സ്കോണ്ടിങ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്തിട്ട് അതൊരു പാപമാണ്, ചെയ്യരുതെന്ന് മുതലാളിമാരോട് ഞാൻ പറയും. നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക. ചില തൊഴിലാളികൾ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അവരെ ബന്ധുക്കളുമായി സംസാരിക്കുക. നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി പറഞ്ഞാൽ ലീഗലി ഇങ്ങനെ പൈസ വാങ്ങേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മളൊരു മനുഷ്യ ഹ്യൂമാനിറ്റിയുടെ പേരിൽ, മാനുഷികത്വത്തിന്റെ പേരിൽ രണ്ടും കൂട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 2 പേർക്കും നഷ്ടം ഉണ്ടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിവേ, ഇത്തരം കേസിൽ ഈ വിഷയത്തിലേക്ക് വരാം. 1 വർഷത്തിന് മുന്നെയാണ് നിങ്ങൾ കമ്പനിയിലെ മുതലാളിയോട് പറയുന്നത് എനിക്ക് റിസിഗ്നേഷൻ വേണം. അപ്പൊ മുതലാളി പറഞ്ഞു പറ്റില്ല, വിസ എക്സ്പെൻസ് വേണം. അപ്പൊ നിങ്ങൾ ലേബർ പോയ സമയത്ത് നിങ്ങൾക്കെതിരെ കമ്പനി അബ്സ്കോണ്ടിങ് ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയിൽ 1 വർഷമായിട്ടില്ലെങ്കിൽ 1 വർഷത്തിന് മുന്നേ ഇതുപോലെ അബ്സ്കോണ്ടിങ് വന്ന അധിക ആളുകൾക്കും, അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ലേബറിനെതിരായ സംഭവമാണ്, ലീഗലി ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ലേബർ റൂള് ലംഘിച്ചു എന്നുള്ള പേരിൽ
ഈ തൊഴിലാളിക്ക് 6 മാസത്തെ ലേബർ ബാൻ വരാറുണ്ട് അധിക കേസിലും. എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് 1 വർഷത്തിന് മുന്നേ ഇതുപോലെ അബ്സ്കോണ്ടിങ്ങിൽ പെട്ട ആളുകൾക്കൊക്കെ അവർ വിസ ലേബർ കാർഡ് ലേബർ ക്യാൻസൽ ചെയ്ത് കൊടുക്കും. മൊബൈലിൽ മെസ്സേജ് വരും, ക്യാൻസൽ ചെയ്ത് പേപ്പറൊക്കെ അയച്ചു കൊടുക്കും. പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ടാവും എന്താ പറയാ മമ്നു സിത്ത ഷുഹൂറിന് അല്ലെങ്കിൽ 1 വർഷം എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുതലാളിമാരുമായി ഒരു സഹകരണത്തിലൂടെ സമവായത്തിലൂടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് എംപ്ലോയീസിന് ഉപകാരപ്പെടുന്ന 2 ഫ്രീ ഉപദേശം, $1 മില്യൺ ഉപദേശം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വിഷയം, നിങ്ങൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ലെറ്റർ ആയിട്ട് തന്നെ ഒന്നുകിൽ കമ്പനീന്റെ ഉടമക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ പേപ്പറായിട്ട് പ്രിന്റ് എടുത്തിട്ട് മുതലാളിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി സൂക്ഷിക്കുക. വെർബലി പറഞ്ഞാൽ പോരാ, ലീഗലി നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും പ്രയാസം വരാതിരിക്കാൻ റിസൈനേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോട്ടീസ് പീരീഡ് എത്രയാണ്, 1 മാസം അല്ലെങ്കിൽ 3 മാസം നോക്കിയിട്ട് അതിനനുസരിച്ച് ലെറ്റർ കമ്പനിക്ക് കൊടുക്കണം എന്നാണ് ലീഗലി നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്, മുതലാളിമാരെ നിങ്ങളോട് ഡ്യൂട്ടിക്ക് വരണ്ട എന്ന് പറഞ്ഞാല് ആ പറഞ്ഞത് അപ്പൊ തന്നെ രേഖയാക്കുക, വോയിസ് റെക്കോർഡ് ചെയ്യരുത്. ഞാൻ പറയുന്നത് ഒന്നിൽ വാട്സപ്പിൽ മുതലാളിക്ക് മെസ്സേജ് അയക്കുക, സാർ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നില്ല, ഐ വിൽ നോട്ട് കം ഫോർ ഡ്യൂട്ടി ആസ് യുവർ അഡ്വൈസ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ഐ വിൽ സിറ്റ് ഇൻ ദ റൂം ആസ് യു സേ, അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇംഗ്ലീഷിൽ എഴുതി അയച്ചു വിടുക. എന്നാൽ നാളെ പിറ്റേന്നാൾ നിങ്ങൾക്ക് അതൊരു അബ്സ്കോണ്ടിങ്, നിങ്ങൾ ജോലിക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അബ്സ്കോണ്ടിങ് ചെയ്താൽ ഇത് തെളിവായിട്ട് കൊടുക്കാൻ പറ്റും ലേബറിൽ. ഇപ്പൊ ലേബർ തെളിവൊക്കെ ചോദിക്കുന്നുണ്ട്, ലിങ്ക് അയച്ചിട്ട് വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടൊക്കെ അയക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അബ്സ്കോണ്ടിങ് കംപ്ലീറ്റ് ചെയ്താൽ പോലും 6 മാസത്തെ ലേബർ ബാൻ വരില്ല. ഓക്കെ. രണ്ടാമത്, മുതലാളിമാർ ഈ 2 ഉപദേശം തൊഴിലാളികൾക്ക് കിട്ടും. മുതലാളിമാർക്കുള്ള ഉപദേശം എന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരിക്കലും, നമ്മൾ ഈ കൊതുവിനെ കൊല്ലാൻ പീരങ്കി എന്ന സംഭവം എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും ചെറിയ വിഷയങ്ങൾക്ക് പോലും അബ്സ്കോണ്ടിങ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ തൊഴിലാളികളെ ശാപം കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിൽ ഒരു വർക്കത്തുണ്ടാവില്ല. അങ്ങനെ ഞാനിത് നിയമമല്ല, ഓഫ് റെക്കോർഡ് കരിക്കുലത്തിന് അപ്പുറത്തുള്ള ചില എക്സ്ട്രാ കരിക്കുലർ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ തൊഴിലാളികൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ആവശ്യത്തിനൊക്കെ അവരോട് ചൂടാവുക, അതിനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. അവര് കഫീലാണ്. നിങ്ങൾ കഫീൽ എന്ന് പറഞ്ഞാല് ലീഗൽ കഫീൽ, അവരെ സ്പോൺസർ മാത്രം. അപ്പൊ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അവർ ഇവിടുത്തെ എംപ്ലോയി എന്ന നിലയ്ക്ക് എംപ്ലോയർ, അതായത് തൊഴിൽദാതാവ് മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അധികാരമുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി കാര്യങ്ങൾ ഇടപെടാനോ അവരെ അനാവശ്യമായി ചീത്ത പറയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശമ്പളം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുത്. കറക്റ്റ് മാസം ശമ്പളം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ബിസിനസ് നടത്തിയാൽ മതിയെന്ന്. അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്തോളൂ. ശമ്പളം കൊടുക്കാൻ ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, എത്തിസലാത്ത ബില്ല് അടക്കം, സാമൂഹിക പ്രവർത്തനത്തിന് പൈസ ഉണ്ട്, തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവരുടെ ശാപം കാരണം ഒരുപാട് മുതലാളിമാർ തുമ്പിൽ ലൈഫ് തന്നെ കുട്ടിച്ചോറായ ആൾക്കാരും കരാം. ചില ആൾക്കാർ ഈ മുതലാളിമാർ തൊഴിലാളികൾ ശമ്പളം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയിട്ട് കല്യാണം കഴിഞ്ഞ് പോയി അവരുടെ പെൺമക്കളൊക്കെ അവിടെ ദുരിതം അനുഭവിക്കുക, അതുപോലെ ചെക്കന്മാര്, അങ്ങനെ കുടുംബമൊക്കെ താറുമാറാവും. അതുകൊണ്ട് ശമ്പളം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശമ്പളം കൊടുത്ത് എന്താ പറയുക അവരെ പിരിച്ചുവിടാം.